സ്നേഹം തണുത്തുറഞ്ഞു പോകും. നമുക്ക് ആരെയും വിശ്വസിക്കാൻ തോന്നില്ല, സ്നേഹിക്കാൻ തോന്നില്ല. ഈ ദിവസങ്ങളിൽ അകറ്റപ്പെട്ട ബന്ധങ്ങൾ കർത്താവ് കൂട്ടി യോജിപ്പിക്കാൻ അനുവദിക്കും. പ്രത്യേകിച്ചും ഡിവോഴ്സിൻ്റെ വക്കിലായിട്ടുള്ളവർ, സെപ്പറേഷൻ കഴിഞ്ഞു, സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഡിവോഴ്സിൻ്റെ പേപ്പർ വർക്കുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണോ നീ? ഈ ദിവസങ്ങളിൽ 21 ദിവസം നീ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. നിനക്ക് പറ്റിയ വീഴ്ചയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത പങ്കാളിക്കും തലമുറയ്ക്കും പറ്റിയ പാപത്തെ ഓർത്ത്, തിന്മകളെ ഓർത്ത് അനുദപിക്കുക. നിങ്ങൾക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാൻ, പരസ്പരം ചേരാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കും. നിങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണങ്ങൾ അധികമായി ഒന്നുമില്ല. ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും ഉള്ളി പൊളിക്കുന്നതിന് സമാനമാണ്. തുറക്കും തോറും അതിൻ്റെ അകത്തൊന്നുമില്ല. ഇതുപോലെയാണ് സത്യത്തിൽ. ഇതുപോലെ എളിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റഡ് ആകാൻ, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയൊരു മകനോ മകളാണോ നീ വീട് വിട്ട് പോകാൻ അധികമായ കാരണങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നിൻ്റെ ഈഗോ, അല്ലെങ്കിൽ ബോധമില്ലാത്ത നിൻ്റെ അപ്പച്ചൻ്റെയോ മമ്മിയുടെയോ പ്രവൃത്തി, കുടുംബാംഗങ്ങളുടെ പ്രവൃത്തി. അതുകൊണ്ട് മകളെ ഈശോയുടെ നാമത്തിൽ തിരിച്ചു വരിക. ഈ ദിവസങ്ങളിൽ വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും നിറയാൻ ഈശോ നിങ്ങളെ ധാരാളമായി അനുവദിക്കും.